നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ അധികാരം തുലാസിൽ. അവിശ്വാസ നീക്കത്തിന് പിന്നിലെ രാഷ്ട്രീയമെന്ന്. ബി.ജെ.പി ഭരണം ശരിക്കും വീഴുമോ? ബി.ജെ.പി ചരിത്രത്തിൽ ആദ്യമായി പിടിച്ച പ്രധാനമന്ത്രിയെ ഉൾപ്പെടെ കൊണ്ടുവന്ന് കൊട്ടിഘോഷിച്ച അധികാരത്തിന്റെ കസേരക്കാലുകൾ ഇളകി തുടങ്ങി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇന്ന് നടക്കുന്നത് ഒരു സാധാരണ അവിശ്വാസ പ്രമേയത്തിന്റെ രാഷ്ട്രീയം മാത്രമല്ല, തലസ്ഥാന നഗരത്തിലെ അധികാരത്തിന്റെ ഭാവി തന്നെ നിർണ്ണയിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന്റെ തുടക്കമാണ്. സത്യപ്രതിജ്ഞാ വിവാദം, കൗൺസിൽ സംഘർഷം, ഭരണസ്തംഭനം എന്ന ആരോപണം, കൗൺസിലർമാർക്കെതിരായ കേസുകൾ, ഇതെല്ലാം ചേർന്നാണ് യു.ഡി.എഫ് അവിശ്വാസ പ്രമേയവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്നാൽ ഈ നീക്കത്തിന്റെ യഥാർത്ഥ വിജയപരാജയങ്ങൾ തീരുമാനിക്കുക എൽ.ഡി.എഫിന്റെ നിലപാടുകൂടിയായിരിക്കും. 101 അംഗങ്ങളുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടെ 51 അംഗങ്ങളുമായാണ് ബി.ജെ.പിയുടെ ഭരണം. യു.ഡി.എഫിന്റെ അംഗബലം 20 ആണ്. അതിനാൽ തന്നെ ഒറ്റയ്ക്ക് പ്രമേയം കൊണ്ടുവന്ന് വിജയിപ്പിക്കുക സാധ്യമല്ല. 51 അംഗബലമെങ്കിലും വാഴോട്ടുകോണത്തെ കൗൺസിലർ സുഗതൻ നിലവിൽ കാപ്പ കേസിൽ ജയിലിലാണ് എന്നത് ബി.ജെ.പിക്ക് തലവേദനയാണ്. അതിനാൽ ബി.ജെ.പിയുടെ നിലവിലെ അംഗസംഖ്യ 50 ആണ്. എൽ.ഡി.എഫിന് 29 അംഗങ്ങളാണുള്ളത്. സുഗതന് ജാമ്യം കിട്ടിയാൽ മാത്രമേ അദ്ദേഹത്തിന് കോർപ്പറേഷനിലെ അടുത്ത നടപടിക്രമങ്ങളിൽ പങ്കെടുക്കാനാവൂ. മാത്രമല്ല, അടുത്ത 2 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാതിരിക്കുന്ന പക്ഷം സുഗതന് കൗൺസിലർ സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്യും. അത്തരമൊരു പ്രതിസന്ധിയും ബി.ജെ.പിക്ക് മുന്നിലുണ്ട്. അതേസമയം യു.ഡി.എഫിന്റെ അവിശ്വാസ പ്രമേയത്തോട് എൽ.ഡി.എഫിന്റെ നിലപാട് എന്തായിരിക്കും എന്നതും ശ്രദ്ധേയമാണ്. അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കാനുള്ള സാധ്യത നന്നേ കുറവാണ് എന്നുള്ള വിലയിരുത്തലുകളും പുറത്തു വരുന്നുണ്ട്. വെള്ളിയാഴ്ച വൈകിട്ട് നടക്കുന്ന കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. യോഗശേഷം തീരുമാനം അറിയാനാവും. സംഖ്യാപരമായി നോക്കുമ്പോൾ ബി.ജെ.പി ഭരണസമിതി സുരക്ഷിതമായ നിലയിലല്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. യു.ഡി.എഫും എൽ.ഡി.എഫും ഒരേ നിലപാട് സ്വീകരിച്ചാൽ അവിശ്വാസ പ്രമേയം ബി.ജെ.പിക്ക് വലിയ വെല്ലുവിളിയാകും. എന്നാൽ എൽ.ഡി.എഫ് അവസാന നിമിഷം വരെ എന്ത് രാഷ്ട്രീയ തീരുമാനം എടുക്കുമെന്നത് വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ ഈ പോരാട്ടം കൗൺസിൽ ഹാളിനേക്കാൾ കൂടുതൽ രാഷ്ട്രീയ ചർച്ചകളിലാണ് നടക്കുന്നത്. ബി.ജെ.പി പക്ഷം മറുവാദവും ഉന്നയിക്കുന്നു. എൽ.ഡി.എഫും യു.ഡി.എഫും തമ്മിലുള്ള രാഷ്ട്രീയ ധാരണയുടെ ഭാഗമായാണ് അവിശ്വാസ നീക്കം എന്ന ആരോപണമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. മറുവശത്ത് ഭരണസ്തംഭനവും ഭരണപരമായ പ്രതിസന്ധിയുമാണ് അവിശ്വാസ പ്രമേയത്തിന് കാരണമെന്ന് യു.ഡി.എഫ് വാദിക്കുന്നുണ്ട്. ഇരുപക്ഷങ്ങളും പരസ്പരം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ആരോപിക്കുന്ന സാഹചര്യത്തിൽ അന്തിമ വിലയിരുത്തൽ കൗൺസിൽ വോട്ടെടുപ്പിലായിരിക്കും. ബി.ജെ.പി ഭരണം വീഴുമോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ വ്യക്തമായ ഉത്തരമില്ല. കാരണം അത് കേവലം യു.ഡി.എഫിന്റെ നീക്കത്തിൽ മാത്രമല്ല, എൽ.ഡി.എഫിന്റെ വോട്ടിംഗ് നിലപാടിലും അംഗങ്ങളുടെ സാന്നിധ്യത്തിലും ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ അവിശ്വാസ പ്രമേയം ഒരു രാഷ്ട്രീയ ആയുധം മാത്രമല്ല, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ രാഷ്ട്രീയത്തിന്റെ അടുത്ത ഘട്ടം നിർണ്ണയിക്കാൻ കഴിയുന്ന പരീക്ഷണം കൂടിയാണ്. അടുത്ത കൗൺസിൽ യോഗത്തിൽ നടക്കുന്ന ഓരോ നീക്കവും സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാകും. ബി.ജെ.പി തലസ്ഥാനത്തെ അധികാരം നിലനിർത്തുമോ അതോ പ്രതിപക്ഷത്തിന്റെ സംയുക്ത നീക്കം ഭരണമാറ്റത്തിന് വഴിയൊരുക്കുമോ? അതിനുള്ള ഉത്തരം ഇനി രാഷ്ട്രീയ പ്രസംഗങ്ങളിലല്ല, കൗൺസിൽ വോട്ടെടുപ്പിലായിരിക്കും.